വെൽക്കം ടു കൊമേഴ്സ് എഡ്യൂക്കേഷണൽ ചാനൽ ഇൻഫിനിറ്റ് നൊമാഡ്. ഇന്ന് UGC നെറ്റ് കൊമേഴ്സിലെ 4th യൂണിറ്റായ ബിസിനസ് ഫിനാൻസിലെ ലീസ് ഫിനാൻസ് എന്ന ടോപ്പിക് കവർ ചെയ്യാം. ലീസ് ഫിനാൻസ് ഈസ് ആൻ അറേഞ്ച്മെന്റ് where the owner of an asset allows another party to use the asset for periodic payments. Ownership remains with the lessor while the lessee use the asset. ലീസ് ഫിനാൻസ് എന്ന കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആവാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഒരു ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ ടൗണിലാണ് ഞാൻ ആ ഒരു ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ കുറേ ബിൽഡിംഗ് ഉണ്ട്. സോ എനിക്കത് വാങ്ങി വേണമെങ്കിൽ ഷോപ്പ് തുടങ്ങാം. പക്ഷെ എൻ്റെ കയ്യിൽ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു റൂം വാങ്ങാൻ മാത്രമുള്ള പൈസ ഇല്ല. ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ലീസ് ഫിനാൻസ് ഹെൽപ്ഫുൾ ആവുക. ഇവിടെ ഞാൻ ഓൾറെഡി ടൗണിൽ കുറേ ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിലെ ഒരു ബിൽഡിങ്ങിലെ ഓണറിനെ കണ്ട് സംസാരിക്കും. ഞാൻ ഇങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് അത് പർച്ചേസ് ചെയ്യാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. നിങ്ങൾ ആ ഒരു ബിൽഡിംഗ് യൂസ് ചെയ്യാൻ തരികയാണെങ്കിൽ മന്ത്ലി ഞാനൊരു എമൗണ്ട് നിങ്ങൾക്ക് തരാമെന്ന് പറയാണ്. ഇവിടെ ബിൽഡിങ്ങിൻ്റെ ഓണർ ഉണ്ടല്ലോ, ഓണറാണ് ലെസ്സർ എന്ന് പറയുന്നത്. ഇനി ആ ബിൽഡിംഗ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഞാനുണ്ടല്ലോ, ഞാനാണ് ലെസ്സി, യൂസർ ഓഫ് ദ അസറ്റ്. ഇനി ഞാൻ എന്തു പറഞ്ഞിട്ടാണ് ആ ബിൽഡിംഗ് വാടകയ്ക്ക് എടുക്കുന്നത്? ഒരു വാടക തരാ പറഞ്ഞിട്ടാണ് അല്ലേ. സോ ഈ വാടകയാണ് ലീസ് റെന്റ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാതെ ആ അസറ്റ് ഒരു റെന്റ് മാത്രം കൊടുത്തുകൊണ്ട് യൂസ് ചെയ്യുന്നതിനെയാണ് ലീസ് ഫിനാൻസ് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ലീസ് ഫിനാൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ഫിനാൻഷ്യൽ ലീസ്. ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ലീസാണ്. ഈ ലീസ് ഇൻ വിച്ച് ദ ലെസ്സർ റിക്കവർ ദ എൻറ്റയർ കോസ്റ്റ് ഓഫ് ദ അസറ്റ് പ്ലസ് പ്രോഫിറ്റ് ഡ്യൂറിങ് ദ ലീസ് പീരീഡ്. ഫിനാൻഷ്യൽ ലീസ് എന്നത് ഒരു ലോങ് ടേം ലീസ് ആയതുകൊണ്ട് തന്നെ ലീസ് പീരീഡ് കഴിയുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഓണർക്ക്, അതായത് ലെസ്സർക്ക്, അസറ്റുമായി ബന്ധപ്പെട്ട കോസ്റ്റും പ്രോഫിറ്റും എല്ലാം തന്നെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. സോ ഫിനാൻഷ്യൽ ലീസ് പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ലോങ് ടേം എഗ്രിമെന്റ്. സെക്കൻഡ് വൺ, നോട്ട് ക്യാൻസലബിൾ ലീസ്. ഇവിടെ ഒരു കാരണവശാലും ലെസ്സി, അതായത് യൂസർ, ലീസ് പീരീഡിന്റെ ഇടയിൽ വെച്ച് ഈ ഒരു എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്ത് പോവാൻ പാടില്ല. ഇതിന് മെയിൻ ആയിട്ടുള്ള കാരണം ഇറ്റ് ഈസ് ലോങ് ടേം എഗ്രിമെന്റ് അല്ലെങ്കിൽ ലോങ് ടേം ലീസ് ആണ്. ദെൻ തേർഡ് പോയിന്റ്, ലെസ്സി ബെയർ മെയിൻ്റനൻസ് കോസ്റ്റ്. ഇവിടെ അസറ്റിന്റെ കോസ്റ്റ് അല്ലെങ്കിൽ അസറ്റിന്റെ മെയിൻ്റനൻസ് ഒക്കെ ആരാണ് നോക്കുന്നത്? യൂസർ, അതായത് ലെസ്സിയാണ്. റിസ്ക് ആൻഡ് റിവാർഡ് ട്രാൻസ്ഫർ ടു ലെസ്സി. ഇവിടെ റിസ്ക് ആൻഡ് റിവാർഡ് ആർക്ക് ട്രാൻസ്ഫർ ആയി പോകുന്നു? അസറ്റ് യൂസ് ചെയ്യുന്ന വ്യക്തിക്ക്. കവർ മേജർ പോർഷൻ ഓഫ് അസറ്റ് ലൈഫ്. ഈ ഒരു ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത് ലോങ് ടേം എഗ്രിമെന്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു അസറ്റിന്റെ മേജർ ലൈഫും അത് യൂസറിന്റെ കയ്യിലായിരിക്കും. സോ അതാണ് ഇവിടെ പറയുന്നത് കവേഴ്സ് മേജർ പോർഷൻ ഓഫ് അസറ്റ് ലൈഫ്. ഇനി ഈ ഫിനാൻഷ്യൽ ലീസിൽ നിന്നും നോർമലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നോൺ ക്യാൻസലബിൾ ലീസ് ഏതാണ് എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഫുൾ പേ ഔട്ട് ലീസ് ഏതാണ്. സോ ഇവിടെയൊക്കെ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ഫിനാൻഷ്യൽ ലീസ് എന്നാണ്. സോ ഇവിടെ ഫുൾ പേ ഔട്ട് ലീസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലീസിന്റെ മറ്റൊരു പേരാണ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ലീസ്, ലോങ് ടേം ലീസ് എന്നുള്ളതൊക്കെ ഫിനാൻഷ്യൽ ലീസ് ആണ്. സെക്കൻഡ് വൺ, ഓപ്പറേറ്റിംഗ് ലീസ്. Lease where lessor does not recover full cost of the asset in one lease period. ഇവിടെ എന്താ പറയുന്നത്? ലീസ് പീരീഡിനുള്ളിൽ ഒരിക്കലും ഓണർക്ക് അവരുടെ അസറ്റിന്റെ ഫുൾ കോസ്റ്റ് ഒന്നും റിക്കവർ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഷോർട്ട് ടേം എഗ്രിമെന്റ്. ഓപ്പറേറ്റിംഗ് ലീസ് ഫോളോ ചെയ്യുന്നത് ഷോർട്ട് ടേം എഗ്രിമെന്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ക്യാൻസലബിൾ ലീസ്. ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത് യൂസർക്ക് അല്ലെങ്കിൽ ലെസ്സർ, അതായത് ഓണർക്ക് എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാവുന്നതാണ്. മെയിൻ്റനൻസ് ഡൺ ബൈ ലെസ്സർ. മെയിൻ്റനൻസ് ആരാ ചെയ്യുന്നത്? ഓണർ. അസറ്റ് മേ ബി ലീസ് ടു മൾട്ടിപ്പിൾ യൂസേഴ്സ്. ഷോർട്ട് ടേം എഗ്രിമെന്റ് ആയതുകൊണ്ട് തന്നെ ആ അസറ്റ് ചിലപ്പോൾ ഒരു ഷോർട്ട് ടേമിൽ ഒരു വ്യക്തിക്ക് ലീസ് ചെയ്യും, പിന്നീട്
അടുത്ത വ്യക്തിക്ക് ലീസ് ചെയ്യും. സോ അസറ്റ് മേ ബി ലീസ് ടു മൾട്ടിപ്പിൾ യൂസേഴ്സ്. ഇനി ഓപ്പറേറ്റിംഗ് ലീസിന്റെ മറ്റു പേരുകൾ പഠിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ സർവീസ് ലീസ്, സെക്കൻഡ് വൺ ഷോർട്ട് ടേം ലീസ്. നെക്സ്റ്റ് വൺ ലിവറേജ്ഡ് ലീസ്. ഇവിടെ ലെസ്സറും ലെസ്സിയും കൂടാതെ എക്സ്ട്രാ ഒരു പാർട്ടി കൂടി ഉണ്ട്, അതായത് ലെൻഡർ. ഈ ലെൻഡർ എന്ന് പറയുന്നത് ബാങ്കോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ആയിരിക്കും. സോ ഇവിടെ എത്ര പാർട്ടീസ് ഉണ്ട്? 3 പാർട്ടീസ് ആണ് ഉള്ളത്. ഇവിടെ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ലെസ്സർ അല്ലെങ്കിൽ ഓണർ അവര് ഒരു സ്മോൾ പോർഷൻ ഓഫ് ഫണ്ട് മാത്രമാണ് കൊടുക്കുക. ബാക്കി റിമൈനിങ് ഫണ്ട് ആരാണ് കൊടുക്കുന്നത്? ഈ ലെൻഡർ ആയിരിക്കും. സോ ലെൻഡറിൽ നിന്നും ഫണ്ട് വാങ്ങിക്കും. അതുപോലെ തന്നെ ലെസ്സർ അവരുടെ കയ്യിലുള്ള ഫണ്ടും കൊടുത്തുകൊണ്ടായിരിക്കും ഈ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുക. സോ ലിവറേജ്ഡ് ലീസിൽ നമ്മൾ മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ട പോയിന്റ്, ഇവിടെ 3 പാർട്ടീസ് ഉണ്ട്. ലെസ്സർ ലെസ്സി കൂടാതെ ലെൻഡർ ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കോളൂ. എയർക്രാഫ്റ്റ് ലീസിങ്, അതുപോലെ തന്നെ ഹെവി മെഷീനറി ലീസിങ്, ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഓർത്ത് വയ്ക്കാം. സെയിൽ ആൻഡ് ലീസ് ബാക്ക്. ഓണർ ഓഫ് അസറ്റ് സെൽ ഇറ്റ് ടു എ ലെസ്സർ ആൻഡ് ഇമ്മീഡിയറ്റ്ലി ലീസ് ഇറ്റ് ബാക്ക്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കൂ. ഞാനൊരു ബിസിനസ് ചെയ്യുകയാണ്. എൻ്റെ തന്നെ ബിൽഡിങ്ങിലാണ് ഞാൻ ആ ബിസിനസ് ചെയ്യുന്നത്. പക്ഷെ എനിക്കൊരു ഹ്യൂജ് എമൗണ്ടിൻ്റെ ആവശ്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ മറ്റൊരു കമ്പനിക്ക്, അതായത് ഒരു ലീസിങ് കമ്പനിക്ക് എൻ്റെ ബിൽഡിങ് ഞാൻ സെല് ചെയ്യാണ്. ഞാൻ ഇങ്ങനെ എൻ്റെ ബിൽഡിങ് സെല് ചെയ്യുമ്പോൾ എനിക്കൊരു ഹ്യൂജ് എമൗണ്ട് കിട്ടും അല്ലേ? സോ എനിക്ക് അവിടെ എൻ്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനായിരിക്കും ഈ ഒരു വലിയ എമൗണ്ട് ആവശ്യം. സോ ഞാൻ വിൽക്കുന്നതിലൂടെ എനിക്ക് അത് ചെയ്യാനുള്ള പൈസ കിട്ടും. അതിനുശേഷം ഞാൻ വിറ്റ ലീസിങ് കമ്പനി ഉണ്ടല്ലോ, അവരെ അപ്രോച്ച് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ബിൽഡിംഗ്, അതായത് പണ്ട് ഓണർഷിപ്പിലിരുന്ന എൻ്റെ ബിൽഡിംഗ് ലീസിന് തരുമോ എന്ന് ചോദിക്കുകയാണ്. ഒരു റെന്റ് കൊടുത്തുകൊണ്ട് ആ ബിൽഡിംഗ് ഞാൻ യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുകയാണ്. ഇതാണ് സെയിൽസ് ആൻഡ് ലീസ് ബാക്ക് എന്ന് പറയുന്നത്. അതായത് എൻ്റെ ബിൽഡിംഗ് ഞാൻ വിൽക്കുന്നു. സോ വിൽക്കുന്ന ടൈം എനിക്ക് ഹ്യൂജ് എമൗണ്ട് കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ഞാൻ ഒരു ചെറിയ തുക വാടകയായി കൊടുത്തുകൊണ്ട് ആ ബിൽഡിങ്ങിൽ തന്നെ എൻ്റെ ബിസിനസ് കണ്ടിന്യൂ ചെയ്തും പോകുന്നുണ്ട്. സോ സെയിൽസ് ആൻഡ് ലീസ് ബാക്കിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ റേസ് ക്യാഷ്. സെയിൽസിലൂടെ വലിയ എമൗണ്ട് നമുക്ക് റേസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ കണ്ടിന്യൂ യൂസിങ് അസറ്റ്, അതായത് അതേ ബിൽഡിംഗ് റെന്റിന് എടുത്തുകൊണ്ട് എനിക്ക് ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ലീസ് ഫിനാൻസ് എന്ന ടോപ്പിക്കിലെ നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് മാത്രം ജസ്റ്റ് നമുക്കൊന്ന് വേഗം നോക്കി പോവാം. ഫിനാൻഷ്യൽ ലീസ്. ഫിനാൻഷ്യൽ ലീസിനെ പറയുന്ന മറ്റൊരു പേരാണ് ഫുൾ പേ ഔട്ട് ലീസ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത് നോൺ ക്യാൻസലബിൾ ആണ്. ഓപ്പറേറ്റിംഗ് ലീസിനെ പറയുന്ന മറ്റൊരു പേര് എന്താണ്? സർവീസ് ലീസ്. ലിവറേജ്ഡ് ലീസ് എന്ന് പറയുന്നത് 3 പാർട്ടി ലീസ് ആണ്. ഈ 3 പാർട്ടി ഏതൊക്കെയാണ്? ലെസ്സർ, ലെസ്സി, ലെൻഡർ. ദെൻ ലാസ്റ്റ് വൺ ഓണർഷിപ്പ് റിമൈൻ വിത്ത് ലെസ്സർ. അതായത് ലീസ് ഫിനാൻസിൽ ഓണർഷിപ്പ്, അസറ്റിന്റെ ഓണർഷിപ്പ് എന്നും ലെസ്സറിന്റെ കയ്യിലായിരിക്കും, അതായത് ഓണറിന്റെ കയ്യിലായിരിക്കും. ലെസ്സിക്ക് അത് യൂസ് ചെയ്യാൻ മാത്രമുള്ള റൈറ്റ്സേ ഉണ്ടാവൂ.